नाम है? वैसा नाम बताओ, दूसरा गुड्डू नहीं, कुछ और नाम बता। आधार कार्ड देखो। क्या मुस्लिम है? तो यहाँ पे यार अपना नाम लिखो पहले। ये लग रहा है क्या लगा? क्या लगाओ बढ़िया सा? क्या लगाओ? गुड्डू भाई, ठीक है, गुड्डू भाई पनीर भंडार लगाओ। और इसका कुछ है नहीं तुम पे ताम जाम, ऐसी बेचते कोई है ना? पर कोई बात नाम लिखो पर यहाँ पे, तो साफ नाम लिखो। आप नहीं लिखोगे तो जमा हो जाएगी डेली। ഇതാണ് നമ്മുടെ ബി ജെ പിയുടെ ഒരു അവസ്ഥ. ബി ജെ പി കൗൺസിലറാണ്, ഏതോ നെഗിയോ കുഗിയോ അങ്ങനെ എന്തൊരു സാധനം, നെഗി കേട്ടോ. ഇയാൾ ചെയ്തൊരു പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തെരുവീതികളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ അടുത്തേക്ക് ചെല്ലുന്നു. എന്നതിന് ശേഷം നിങ്ങൾ ഹിന്ദു ആണ് എന്ന് തെളിയിക്കാനുള്ള ബി ജെ പിയുടെ ഒരു കൊടി, ഏതാ കൊടി, എന്താണ്, ഒരു മറ്റേ കോണകം, അത് അവിടെ വെക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദു ആണെന്ന് മനസ്സിലാവും. മുസ്ലിങ്ങളായ ആളുകൾ എന്ത് ചെയ്യണം? അതിന്റെ മുന്നിൽ ഇങ്ങനെ ബോർഡിൽ പേര് എഴുതി വെക്കണം. മറ്റേ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ഫ്രണ്ടിലൊക്കെ ഒരു ബോർഡ് വെക്കില്ല, അതേപോലെ തന്നെ എന്റെ പേര് മുസ്ലിമിൽ പിറന്ന ഇന്ന ആളാണെന്ന് മുഴുവൻ നെയിം അവിടെ എഴുതി വെക്കുക. അത് എന്തിനാണെന്നും കൂടിയും പറയുന്നുണ്ട്. എന്തിനാണെന്ന് അറിയുമോ? മുസ്ലിങ്ങള് ഭക്ഷണത്തിൽ തുപ്പാറുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. എപ്പടി ഇറുക്ക് ഈ വർഗീയത പറയുന്നത് ആരാണെന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. എന്നോട് കുറെ ആളുകൾ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത്. എടോ, സത്യത്തിന്റെ മുഖം എന്നും വികൃതമായിരിക്കും. നിങ്ങൾ ബി ജെ പിയുടെ കൊടി പിടിക്കുന്നത് കൊണ്ടും RSSൽ അനുഭാവിയായിട്ടോ അതിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ടോ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന വൃത്തികേടുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ബി ജെ പി കൗൺസിലർ എന്താടോ അവളെ നാട് ഇങ്ങനെ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം ഒരു മുസ്ലിം കച്ചവടക്കാരനോടാണ് പറയുന്നത്, രണ്ടാമത് പറയുന്ന ഒരു ഹിന്ദുവിനോടാണ്. പെരുമാറ്റ രീതിയിലുള്ള മാറ്റം ഒന്ന് കണ്ടോക്കാം. भाई क्या नाम है तुम्हारा? राजू। राजू, राजू हिंदू हो ना? तो लोगों को पता चल रहा थी ना तुम हिंदू हो, तो ये अपनी दुकान के आगे लगाना, क्योंकि आजकल ना घटनाएं बहुत आ रही है। कोई पनीर में थूक दे रहा है, कोई दूध में थूक दे रहा है, पहचान पता नहीं होती। बहनें तो आती लेने, सामान पता नहीं होता लोगों को, तो अपने आगे दुकान के आगे लगाओ ये अपना, और अपना नाम लिखो, ठीक है? എന്താ നിങ്ങളുടെ പേര്? രാജു. രാജു ഹിന്ദു ആണോ? ആ യെസ്, ഹിന്ദു ആണ്. എന്നാ നിങ്ങൾ ഹിന്ദു ആണെന്ന് ജനങ്ങൾ അറിയണ്ടേ? അപ്പൊ അറിയണം. എന്തുകൊണ്ടാണ് അറിയുന്നത്? ചില കച്ചവടക്കാര്, അതായത് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പാറുണ്ട്, അത് ജനങ്ങൾ അറിയണം. അതിനാണ് നിങ്ങൾ ഹിന്ദു ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹിന്ദുവിന്റെ കടയിൽ നിന്നും ഹിന്ദുവിന്റെ സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ ഹിന്ദുക്കൾക്ക് വരാൻ തോന്നണം. അതിനു വേണ്ടി ചെയ്തൊരു ഐഡിയ ആണ്. ഇയാളൊക്കെ വല്ല വണ്ടി ഇടിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഇയാളുടെ മതത്തിൽപ്പെട്ട ആളുകളുടെ രക്തം മാത്രമാണോ സ്വീകരിക്കുക? നാളെ ഇനി അതും കാണാം. ഹിന്ദുക്കൾ ഇന്ന ബ്ലഡ് ബാങ്കിൽ നിന്ന് മാത്രം ബ്ലഡ് വാങ്ങുക എന്ന ഒരു പരിപാടി നാളെ വരും. അതിന് എല്ലാ ശരീരത്തിലെ ഓർഗൻസും ഇങ്ങനെയേ വാങ്ങാവൂ എന്ന് നാളെ ഇവര് ഓർഡിനൻസ് ഇറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ ആദ്യം കണ്ട ആളോട് എന്താണ് പേര്, മുസ്ലിം ആണെന്ന് പറഞ്ഞപ്പോ, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ കടയുടെ മുന്നിൽ ഞാൻ മുസ്ലിം ആണെന്ന് എഴുതി വെക്കാൻ, പേര് എഴുതി വെക്കാൻ. ഓക്കെ. രണ്ടാമത്തെ ആള് മുസ്ലിം അല്ല, ഹിന്ദു ആണ്. നിങ്ങൾ ഹിന്ദു ആണെന്ന് ജനങ്ങൾ അറിയണം. മറ്റുള്ള ചില കച്ചവടക്കാര് ഭക്ഷണത്തിൽ തുപ്പുന്നുണ്ട്, അതുകൊണ്ടാണെന്ന്. ഇനി നെക്സ്റ്റ് ക്ലിപ്പ്, ആ ഒരു ക്ലിപ്പിന്റെ ബാക്കി തന്നെയാണ്, അത് കേൾക്കാം. इससे तुम्हारे पास लोग भी आएंगे, लोगों को पता चलेगा ना तुम हिंदू हो। आजकल माहौल चारों तरफ लोग कुछ कर रहे हैं, कोई कुछ कर रहा है, तो पता होना चाहिए ना। ये क्या नाम है? क्या नाम है? राजीव। आजकल तक घटनाएं हो रही है, लोग वहाँ कभी पनीर में थूक मिला दे रहे हैं, कोई दूध में थूक मिला दे रहा है, पता नहीं होता। तो हिंदू हो तुम, पता होना चाहिए लोगों को कि तुम हिंदू हो। तो अपने एक तो अपना नाम लिखो यहाँ पे, ठीक है, जिससे लोग तुम्हारे पास आएंगे, लोग बताओगे ये अपने आदमी की दुकान है। इसको लगाओ, टांगो, इसको लाइट में टांगना, ठीक है? अभी तो लगा दो ऐसे, अभी तो कहीं लगा दो, पर इसको लाइट में लगाना, तो लाइट में बांधना इसको। नमस्ते। देख रहे हो ना, गन्ने के जूस में कोई थूक मिला दे रहा है, कोई पनीर में थूक मिला दे रहा है। ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമിന്റെ കടയിൽ നിന്നും മുസ്ലിം സാധനം വാങ്ങിയാൽ മതി, ഹിന്ദുവിന്റെ കടയിൽ നിന്നും ഹിന്ദു സാധനം വാങ്ങിയാൽ മതി. അങ്ങനെയെങ്കിൽ നാളെ ഹിന്ദു ആണോ മുസൽമാനാണോ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സർവേ നടത്തണം കേട്ടോ. നിങ്ങളിപ്പോ കഴിക്കുന്ന ഓരോ അരിയും ഹിന്ദു ആണോ മുസൽമാനാണോ ക്രിസ്ത്യനാണോ അത് കഴിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടല്ല അതിൽ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും അത് കൃഷി ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതും കൂടി ഒന്ന് നിങ്ങൾ നോക്കണേ. അല്ലെങ്കിലും കർഷകരോട് നിങ്ങൾക്ക് വലിയൊരു സ്നേഹമാണല്ലോ. കർഷക സമരമൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ BJPയുടെ പൊറോട്ട് നാടകത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കളായിട്ടുള്ള കേരളത്തിലുള്ള ചില നികൃഷ്ട ജീവികൾ എനിക്ക് കമന്റ് ഇടുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്.
അവരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? മുസ്ലിമിന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് എന്നാണോ? അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഗൾഫിൽ നിന്ന് കേരളത്തിലോട്ട് വരിക. അത് മുസ്ലിങ്ങളുടെ രാജ്യമാണ്, മുസ്ലിങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. അവരുടെ രാജ്യത്ത് അവരുടെ പണമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വല്ലാണ്ട് ക്രിമികടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള RSSകാരോടും BJPക്കാരോടും ഇന്ത്യയിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു അഭ്യർത്ഥന ഞാൻ പറയുകയാണ്. ചില ഗൾഫുകാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, മുസ്ലിം വിരുദ്ധത വലിയ രീതിയിലുണ്ട്. എന്നാലോ മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് തന്നെ ഇവർക്കൊക്കെ ജോലി ചെയ്യണം. ഒരു ചെറിയ ക്ലിപ്പും കൂടി ഉണ്ട്, അതുകൂടി ഒന്ന് കാണാം. नमस्ते, क्या नाम है आपका? गुप्ता जी। यार हिंदू हो ना, कट्टर हिंदू हो ना, तो आइए लगाया करो यार, कम से कम लोगों को पता तो चले। आपको भी देंगे, आप मैं आ रहा हूँ रेडी में आपके लगाने। ये हिंदू हो ना, सनातन धर्मी, इसको लगाओ। देखो सुनो सुनो। ഓക്കെ, അതായത് അദ്ദേഹം ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ല എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടാണല്ലോ ഈ കപ്പലണ്ടി വിൽക്കുന്നത്, കപ്പലണ്ടി കടയിൽ കൊടുന്ന് വെക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഇത് ഇവിടെ വെച്ചോ, ഹിന്ദുക്കൾ മാത്രം നിന്റെ കട, ഇതാണ് ഹിന്ദുവിന്റെ കട, ഇത് ഹിന്ദുവിന്റെ കട ആയതുകൊണ്ട് ഇവിടെ നിന്ന് മാത്രമേ ഹിന്ദുക്കൾ വാങ്ങാവൂ എന്നുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നുള്ളത് എന്ത് വൃത്തികേടുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഹലാലായ ഭക്ഷണം എന്ന് ഞാൻ ഇനി എത്ര തവണ പറയണം? പല ആളുകളും പറയുന്ന മണ്ടത്തരങ്ങളും കേട്ട് ഇതിനെ അനുകൂലിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുത്വ മനോഭാവമുള്ള തീവ്ര ഹിന്ദുക്കളോടും RSSകാരോടും BJPക്കാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അത്രയ്ക്ക് മുസ്ലിം വിരോധിയാണ് എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരിക. ഗൾഫിലൊന്നും നിന്ന് പണിയെടുക്കരുത്. അവരുടെ പൈസ നിങ്ങൾക്ക് വേണം അല്ലേ? അവരുടെ രാജ്യത്ത് നിന്ന് ജോലി ചെയ്താലേ കൂടുതൽ സമ്പാദിക്കാൻ കഴിയുള്ളൂ അല്ലെ? നരേന്ദ്രമോദി ആണെങ്കിലും മറ്റുള്ള ആരാണെങ്കിലും ഈ രാജ്യത്തിന്റെ അവസ്ഥ നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല തൊഴിലുണ്ട്. എത്രയോ ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി വന്നിട്ടുള്ളത്. എല്ലാവരുടെ അക്കൗണ്ടിലേക്കും അത് തരും ഇത് തരും. ഓക്കെ, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിരിച്ച് ചത്ത് ചിലപ്പോൾ വല്ല ചുമരുമെല്ലാം തലയിടിച്ച് ചത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും വേണ്ട. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ വന്നതിന് ശേഷം തന്നെയാണ് ഇന്ത്യ ഇത്ര അധികം വർഗീയ വിഷയങ്ങളുടെ ആ ഒരു പൊളനം, ആ പൊളനം എന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ല, അത് വന്നത് ചാണകപ്പുഴുകൾ അങ്ങനെ പൊളക്കിന പോലെ വന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, BJPയുടെ കൊടിയും പിടിച്ച് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവർ പൂർണ്ണമായിട്ടും ഹിന്ദു രാജ്യത്തിന് വേണ്ടിയിട്ടും ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളുകളാണ്. ഇവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ നിൽക്കുന്ന സ്ഥലല്ലേ, ആ നിൽക്കുന്ന ഭൂമി അത് പിളർന്ന് അകത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇന്ന് നമ്മൾ തോളത്ത് കൈയിട്ട് നടക്കുന്ന ആളുകളാണെങ്കിലും നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആളുകൾ ആരാണെങ്കിലും അവരൊക്കെ ഇന്ന ആളാണ്, ഇന്ന മതക്കാരാണെന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളൊരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ആശുപത്രി പോകുമ്പോൾ നമുക്ക് ബ്ലഡ് തന്ന ആളെ പോലും നമുക്കറിയില്ല. അത് ഹിന്ദു ആണോ മുസൽമാനാണോ ക്രിസ്ത്യൻ ആണോ എന്ന് ആർക്കും അറിയില്ല. അത് അറിയുകയും വേണ്ട. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. നമ്മൾ സ്നേഹത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതിനെന്ത് വേണമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുമായിരിക്കും. മതേതരത്വം കാത്തു സൂക്ഷിക്കണം, മതേതര രാജ്യമായി തുടരണം, ജനാധിപത്യ രാജ്യമായി തുടരണം. BJPയുടെ ഈ ഒരു വൃത്തികെട്ട പ്രവണതകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. പള്ളിയുടെ അടിയിലേക്ക് പോകുന്നു, തോണ്ടുന്നു, അത് അമ്പലമാക്കുന്നു. ഇതിന്റെയൊക്കെ എന്ത് കാര്യമുള്ളത്? അടുത്തതാണ് ഈ ഒരു സാധനം. ഇപ്പൊ ഇനി എല്ലാ ഹിന്ദുക്കളുടെയും കടയിൽ ഇന്ന സാധനം വെക്കണം എന്നുള്ളൊരു സാധനം ഡൽഹിയിൽ വന്നത്. കേരളത്തിൽ തെരുവോര കച്ചവടക്കാരുടെ അടുത്തൊക്കെ ഏതെങ്കിലും ഒരാൾ വന്ന് പറയുന്നത് ഓടാ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ അതൊന്നും വില പോവില്ല. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇത് വരും. ഇപ്പൊ ഡൽഹിയിൽ വന്ന ഈ ഒരു സാധനം എല്ലാ സംസ്ഥാനങ്ങളും BJP നടപ്പിലാക്കും. BJP നാളെ ഇത് പറഞ്ഞാൽ അത് കേട്ട് തുള്ളുന്ന ആളുകൾ, നിങ്ങൾ തെരുവോര കച്ചവടം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിനെ നോക്കാനാണ്. നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമർ അത് ഹിന്ദു ആണെന്ന് മുസ്ലിം ആണെന്നോ ഒന്നും നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ടില്ല. നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് അത് വിൽപ്പന നടത്തുന്നത് അല്ലെ? അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ മനോഭാവത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ആളുകൾക്ക് കമന്റ് ഇടാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കുക. നിങ്ങൾക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രക്തം തരുന്നതോ വെള്ളം തരുന്നതോ ചിലപ്പോൾ ഒരു മുസൽമാൻ ആണെങ്കിൽ അത് നിനക്ക് പറ്റിയില്ലെങ്കിലോ. അതുകൊണ്ടാണ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.